ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്കും സുഖമാണ്. ഇന്ന് നല്ല മുരുമുരാന്നുള്ള ഓണിയൻ റിങ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ഒന്ന് കാണണം. കൂടാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടെ വേണം. എന്നാൽ പിന്നെ തുടങ്ങിയാലോ? അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനായി സവാള വട്ടത്തിൽ കുറച്ച് കട്ടിക്ക് മുറിച്ചെടുക്കാം. ഇതുപോലെ വളരെ സിമ്പിളാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യമായ ബാറ്റർ ഒന്ന് തയ്യാറാക്കാം. ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കാം. കടലമാവിൽ എന്ത് പൊരിച്ചാലും ഒരു പ്രത്യേക ടേസ്റ്റാണ്. എനിക്ക് ബജ്ജി ഐറ്റംസ് ഒക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടിയും കൂടി ചേർക്കാം. എരിവിനാവശ്യമായ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. 1/4 ടീസ്പൂൺ മുളക് പൊടിയും ബാറ്ററിനാവശ്യമായ ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് കലക്കിയെടുക്കാം. കട്ടയില്ലാതെ കലക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം. സ്കൂൾ വിട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഈ സ്നാക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കേ, കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാകും. ഇതിലേക്ക് 2 ടീസ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ടേബിൾ സ്പൂൺ. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി വേണം ഈ മാവിന്. ഇതിപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മെയിൻ താരം എടുക്കാം. ലേസാണ്, പച്ചക്കളർ ലേസാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇതിൻ്റെ എയർ ഒന്ന് കുത്തിവിട്ടതിന് ശേഷം ഒരു ഇടികല്ല് കൊണ്ട് ഒന്ന് പൊടിച്ചെടുക്കാം. മിക്സിയിലിട്ടൊന്നും പൊടിക്കേണ്ട, ഫൈൻ പൗഡർ ആയിപ്പോൾ. ഇടികല്ല് കൊണ്ട് ഇങ്ങനെ ഒന്ന് ഇടിച്ചെടുത്താൽ മതിയാകും. പൊടിച്ചെടുത്താൽ മതിയാകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ലേസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എനിക്കിഷ്ടം പച്ച ലേസ് ആയതുകൊണ്ട് അത് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ലേസാണെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം. ഇതൊരു 3-4 പാക്കറ്റ് ഞാൻ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ലേസ് ഇല്ലെന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട. ബ്രെഡ് പൊടിയിലും ഇങ്ങനെ ചെയ്തെടുക്കാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയത് ലേസിൽ ചെയ്തപ്പോഴാണ്. ഇനി ഒരു പാൻ ചൂടാകാൻ വെക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് റിങ്സൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. റിങ്സ് കടലമാവ് നന്നായി ഒന്ന് മുക്കിയെടുക്കാം. ഇതിനി ലേസിലിട്ടൊന്ന് കോട്ട് ചെയ്യാം. ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാ റിങ്സിൽ നിന്നും ചെയ്തെടുക്കാം. ഇതിന് തിരിച്ചു മറിച്ചിട്ട് പൊരിച്ചെടുക്കാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ചെയ്യണം. കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം. റിങ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.